ദുഃഖങ്ങൾ അറിയാതെ വളർന്നാൽ എന്തിനേയും നിസ്സാരമായി കാണുന്നവൻ. പക്ഷേ ഇന്ന് സാറെന്തോ പറയാൻ ശരിയാണ്. നിങ്ങളെ ആദ്യം കണ്ടപ്പോഴുള്ള വികാരമല്ല എനിക്കിപ്പോ. സൗഹൃദം തൊട്ടറിയുന്നു എന്നൊരു തോന്നൽ. സാറ് പറഞ്ഞല്ലോ ഞങ്ങളുടെ കഥ സാറിനറിയേണ്ടെന്ന്. ശരിയാണ്. ഞങ്ങളാരോ സാറാരോ. ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ അമ്മയായിരുന്നു. അമ്മ മാത്രം. അച്ഛൻ അമ്മ പറഞ്ഞേ അയാൾ അച്ഛനാണെന്നുള്ള അറിവ് ഞങ്ങൾക്കുള്ളൂ. ചേച്ചി ചേച്ചി, ഇന്നലെ നമ്മളെ ഓടിപ്പിച്ചില്ലേ മീശക്കാരൻ? ആ മീശക്കാരൻ പിടിക്കാൻ വന്നു. അവിടെ സത്യം പറയണം, അവരെന്തിനാ എപ്പോഴും നിങ്ങളെങ്ങനെ പിന്തുടരുന്നത്? അവരുടെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്. ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ മരണത്തിന് ശേഷം ഞങ്ങൾ ഒറ്റപ്പെട്ടു. അപ്പൊ അച്ഛൻ? അമ്മയെ അയാൾ വിവാഹം കഴിച്ചതല്ല. വല്ലപ്പോഴും വരും. വിശന്ന് കിടക്കുന്ന ഞങ്ങളെ ശ്രദ്ധിക്കാതെ അമ്മയെ വിളിക്കും. അമ്മ ചെന്നില്ലെങ്കിൽ വഴക്കായി, അടിയായി. അങ്ങനെ അമ്മ നിത്യരോഗിയായി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അയാളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ലായിരുന്നു. എന്തിന്? അയാളുടെ ആദ്യ ഭാര്യയുടെയും മക്കളുടെയും ചവിട്ടും കുത്തുവേൽക്കാനോ? അയാൾ ഇപ്പൊ എവിടെയുണ്ട്? ഞങ്ങൾ അന്വേഷിക്കാറില്ല. സാറ് കേട്ട് കാണും, എഴുത്തുകാരൻ രാമേന്ദ്രനെ. എന്ത്? നോവലിസ്റ്റ് രാമേന്ദ്രനോ? അതെ സർ. പറഞ്ഞിട്ടെന്താ പ്രയോജനം? സാറെന്താ ആലോചിക്കുന്നത്? നോവലിസ്റ്റ് രാമേന്ദ്രനെ കുറിച്ചോ? ഒരർത്ഥത്തിൽ ഞങ്ങൾ അഭിമാനിക്കേണ്ടവരാണ്. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് അയാളെ ഇഷ്ടപ്പെടാൻ സാധിച്ചില്ല. കാരണം ഒരിക്കൽ പോലും സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്തിന്? സ്വബോധത്തോടെ ഞങ്ങൾ അയാളെ കണ്ടിട്ടില്ല. അമ്മ മരിച്ചിട്ട് എത്ര വർഷമായി? 4 വർഷം. ഈ 4 വർഷം ഞങ്ങൾ എങ്ങനെയോ ജീവിച്ചു. ഒരു ദിവസം അവിടെ അകന്ന ബന്ധത്തിലുള്ള ഒരു ചേച്ചി വന്നു. ഞങ്ങൾ അവരെ പോയി കണ്ടു. പുഷ്പ ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യുമെങ്കിൽ അത് ഈ കുട്ടികൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണെങ്കിൽ? നിനക്കവിടെ 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലേ? നീ വിചാരിച്ചാൽ എന്താ സാധിക്കാത്തത്? എന്തെങ്കിലും വീട്ടുജോലിയെങ്കിലും ചെയ്ത് ഞങ്ങൾ ജീവിച്ചോളാം. ഇവിടെ ഞങ്ങൾക്ക് ആരുമില്ല ചേച്ചി. അല്ല, വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ യാചിക്കുമായിരുന്നില്ല. ശരി, നോക്കാം. പക്ഷെ അടങ്ങൊഴിഞ്ഞൊക്കെ കഴിഞ്ഞോളാം. ചേച്ചി പറയുന്ന പോലെ ഒക്കെ ഞങ്ങൾ ചെയ്തോളാം. അതെ ചേച്ചി, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ നാളെ പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. പുഷ്പയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആരും അറിയാതെ രക്ഷപ്പെട്ടു. ഓ, അപ്പൊ പുഷ്പയാണ് ഇതിന് കാരണക്കാരി. സാറ് പുഷ്പ അറിയോ? നേരിട്ടറിയില്ല, കേട്ടറിയും. നിങ്ങൾ കയറും. പോയി. അവനാള് ക്രിട്ടിക്കലല്ലേ? വന്നല്ലോ. പുഷ്പയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ പെൺകുട്ടികൾ ഗോപി സാറിന്റെ കൂടെ കാറിൽ പോകുന്നു ഞാൻ കണ്ടു. നമ്മുടെ സണ്ണിയുടെ ഫ്രണ്ട് ഗോപിയോ? ഗോപി എന്താ സണ്ണിയെ വിട്ടിട്ട് ഒറ്റയ്ക്ക്? ഒറ്റയായാലും ഇരട്ടയായാലും അവൻ ഭാഗ്യം ചെയ്തവനാ. താമ്പാ, നമുക്ക് വഴിയുണ്ടാക്കാം. വഴിയുണ്ടാക്കാൻ എന്താ? സണ്ണിയെ കണ്ട് കാര്യം പറയണം. അതാണ് ന്യായം. ഹലോ രവി, ഗോപി ഒന്നില്ലേ? ഇല്ല. ആ 2 പെൺകുട്ടികളും ഗോപിയുടെ വീട്ടിലുണ്ട്. ഞാനിപ്പോ വരാം.